ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഇത് നമുക്ക് ഇഡലിക്കും ദോശക്കും അതുപോലെ സദ്യക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല നാടൻ സാമ്പാറാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് 2 മുരിങ്ങക്കായ, ചെറിയ 2 ക്യാരറ്റ്, 4 വെണ്ടക്ക, 2 തക്കാളി, പിന്നെ കുമ്പളം മറ്റ് കഷ്ണങ്ങളെക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ 10-12 ചെറിയുള്ളി തൊലിച്ചതും. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തനോ ഉരുളക്കിഴങ്ങോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്കിട്ട് കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളം, ക്യാരറ്റ്, മുരിങ്ങക്കായയും കൂടെ ചേർത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് വെണ്ടക്കയും ചെറിയുള്ളിയും ഇട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പൊടി വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം. കഷ്ണങ്ങൾ വല്ലാതെ വെന്തുടയാതിരിക്കാൻ കുക്കറിൻ്റെ ആവി കുറച്ചൊന്ന് കളയാം. വെണ്ടക്ക ഒരു 3/4 വേവാകുമ്പോൾ തക്കാളി നീളത്തിൽ അരിഞ്ഞ് ഇതിലേക്കിട്ട് ഒന്ന് വേവിക്കാം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് രുചിച്ച് നോക്കി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള കടുക് വറുക്കാം. അതിനുവേണ്ടി ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് 2 ഉണക്കമുളകും മുറിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ പൊടിയൊക്കെ എണ്ണയിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വേണം ഇത് ചെയ്യാൻ. നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.